ദുനോദുദ്വാന്തം നസ്തുലിതദലിതേന്ദീവരവനം ഘനസ്നിഗ്ധശ്ലക്ഷ്ണം ചിഗുരനികുരുംബം തവ ശിവേ യദീയം സൗരഭ്യം സഹജമുപലബ്ധും സുമനസോ വസന്ത്യസ്മിന്മന്യേ വലമദനവാടീ വിടവിനാം. സൗന്ദര്യലഹരി ശ്ലോകം 43. ഹരി ഓം. അല്ലയോ ശിവപത്നി, വിരിഞ്ഞു നിൽക്കുന്ന കരിങ്കൂവളപ്പൂക്കൂട്ടം പോലെ ഇടതൂർന്നതും സ്നിഗ്ധവും മാർദ്ദവുമുള്ളതുമായ നിന്റെ കേശഭാരം ഞങ്ങളുടെ ഉള്ളിലുള്ള, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കട്ടെ. അതിലുള്ള സ്വാഭാവികമായുള്ള സൗരഭ്യത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ദ്രൻ്റെ നന്ദനവനത്തിലുള്ള പുഷ്പങ്ങൾ ഇതിൽ വസിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേവീരൂപവർണ്ണന തുടരുന്നു. ദേവിയുടെ കേശഭാരമഹിമയാണ് ഈ ശ്ലോകത്തിൽ വെളിവാകുന്നത്. കരിങ്കൂവളപ്പൂക്കൾ ഞെരിഞ്ഞ് കൂടി നിൽക്കുന്നത് പോലെ ഇടതൂർന്ന കനത്ത കേശഭാരമാണ് ദേവിക്കുള്ളത്. ആ കേശഭാരത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഇന്ദ്രോദ്യാനത്തിലെ പുഷ്പങ്ങൾ കണ്ടാൽ അവ അവിടുത്തെ തിരുമുടിക്കെട്ടിലെ അതിവിശിഷ്ടമായ സുഗന്ധം സ്വന്തമാക്കാൻ വേണ്ടിയാകണം അവിടെ വസിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഹരി ഓം.